കഴിഞ്ഞ 4 വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞ പ്രതിപക്ഷ കൗൺസിലേഴ്സ് പറഞ്ഞാൽ മാത്രമേ ആരംഭിക്കുള്ളൂ. സാധാരണ കഴിഞ്ഞ ടൈമിലൊക്കെ, അതായത് ഏപ്രിൽ മെയ് മാസം തുടങ്ങുന്നതോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൗൺസിലേഴ്സ് പറയുകയാണെങ്കിൽ അത് മാത്രം ചെയ്യേണ്ട ഒരു പണി മാത്രം വരുന്നുള്ളൂ. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള വീഴ്ചകളാണ്. 1 വർഷം 2 വർഷമായിട്ടല്ലേ, ഈ 4 വർഷം, ഇപ്പോൾ 5ാമത്തെ വർഷം വരാൻ പോകണം. ഈ 5 വർഷം ഇതുവരെ, ഇന്നിപ്പോൾ മെയ് 5-ാം തീയതിയായി, ഇന്ന് വരെ ചാലക്കുടി നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇവർ പേരിന് ആരംഭിച്ചെന്ന് പറയും. ഓരോ വാർഡിലേക്ക് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ പുല്ല് വെട്ടാനും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കാന ക്ലീൻ ചെയ്തിടും. എങ്ങനെ കാന ചെയ്യേണ്ടത്? തുടക്കം തുടങ്ങി അവസാനം വരെ ആ കാന ക്ലീൻ ചെയ്യണം. ഏതെങ്കിലും സെൻട്രൽ ഭാഗത്ത് പോയിട്ട് കാന ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചെന്ന് പറയും. ഇത് തന്നെ തരികെട്ട പരിപാടിയാണ് ചാലക്കുടി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, പിന്നെ ഹിറ്റാച്ചിയും JCBയും പല വാർഡുകളിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ചെയ്യാറ്? ഓരോ വാർഡ് കൗൺസിലർമാരിൽ നിന്നും എന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവരെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാറുള്ള പതിവ്. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞ ശേഷം അത് എഞ്ചിനീയറിംഗ് സെക്ഷൻ അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ വെച്ച് അത് ഏതെങ്കിലും കോൺട്രാക്ട് കൊണ്ട് ഇടിപ്പിച്ചിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുക. എല്ലാ വർഷവും ഇവർ ആരംഭിക്കുന്നത് JCBയും ഹിറ്റാച്ചിയും മഴ പെയ്ത് വെള്ളത്തിലിട്ട് മാറാൻ ഇന്നുവരെ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷമൊന്നും അധികം മഴ നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസമൊക്കെ ഇന്ന് കാലത്ത് നല്ല മഴയായിരുന്നു, കാലത്തിന് വെളുപ്പിന് തന്നെ നല്ല മഴയായിരുന്നു. മഴ ഏത് സമയത്ത് പെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എത്ര മാർച്ച് ഏപ്രിലൂടെയാണ് ഇത് തീർക്കേണ്ടത് പണി. ഇവർക്ക് ഇതിനും യാതൊരു സമയമില്ല. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു, ഓരോ പുല്ല് നിറഞ്ഞ് ഒരാളുടെ ഹൈറ്റിലും കൂടുതൽ ഇവിടെ എല്ലാ വർഷവും 10 തൊഴിലാളികളെ താൽക്കാലിക ജീവനക്കാരെ എടുക്കും. പിന്നെ ഇവർ വിടുന്നില്ല. അന്നാന്ന് വെച്ചാൽ വാർഡിൽ ഒരു പ്രവർത്തനം നടക്കണില്ലേ. സെക്രട്ടറിയോട് പറഞ്ഞു, അതായത് ഒരു 3 പോത്തുകുട്ടികളെ വെച്ച് ഓരോ വാർഡിലേക്ക് മേടിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു ലാഭകരോ, ഒരാൾക്ക് കൂലിയും കൊടുക്കണ്ട, പെട്രോൾ അടിക്കണ്ട, പുല്ല് വെട്ടാനും വേണ്ട. ആ കൗൺസിലേഴ്സിന് ഒഴിവുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് തീറ്റിച്ച് ആ പുല്ലുകളൊക്കെ ക്ലീൻ ആക്കി കിട്ടും. അപ്പോൾ ചാലക്കുടി നഗരസഭയ്ക്ക് അത് 1 വർഷം കഴിയുമ്പോൾ ലാഭകരമാവുള്ളൂ. അതിന് വിറ്റ് കഴിഞ്ഞാൽ ലാഭകരോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അങ്ങനെയും നാണം വയ്ക്കട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു. ഒരു കാരണവശാലും ഇവർക്ക് നാണം വയ്ക്കില്ല. ശുചിത്വ മിഷന്റെ ഫണ്ട് അമ്പേ പരാജയമാണ് അതെടുത്ത് ചെലവാക്കേണ്ട കാര്യത്തിൽ. കോടിക്കണക്കിന് രൂപയാണ് അതിൽ ചെലവാക്കാൻ വെച്ചിട്ടുള്ളൂ. സൗന്ദര്യവൽക്കരണം പറഞ്ഞിട്ട് കുറച്ച് ചെടി പലരെയും ഡൊണേഷൻ മേടിച്ചിട്ട് കൊണ്ടുവയ്ക്കും. അതിന് വെള്ളം നനയ്ക്കില്ല, ഒന്നുമില്ല. അതായത് കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഉണങ്ങുമ്പോൾ വേറെ അടുത്ത ചെടി കൊണ്ടുവയ്ക്കും. അങ്ങനെ പൈസ ചെലവാക്കല്ലാതെ സൗന്ദര്യവൽക്കരണം ഒന്നും നടന്നിട്ടില്ല. MCF 4 എണ്ണം പണിയാനായിട്ടാണ് കഴിഞ്ഞ LDF ഭരണസമിതി ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം മാത്രമാണ് പണിതിട്ടുള്ളത്. രണ്ടാമത്തെ പണിയാനായിട്ട് തറക്കല്ലിട്ട് പണി ആരംഭിച്ചു, അതൊന്നും നടന്നിട്ടില്ല. അതിന്റെ ഫണ്ട് ലാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ RRF പണിത് അതിന്റെ പണി പൂർത്തീകരിച്ചു, അതിന്റെ മിഷനറികൾ കൊണ്ടുവന്നു. ഇതെല്ലാം നമുക്ക് ശേഖരിക്കുന്ന നമ്മുടെ ഹരിത കർമ്മസേന തൊഴിലാളികൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അതിൽ കട്ട് ചെയ്ത് അത് നമുക്ക് വിറ്റാൽ പണം കിട്ടും. അത് ചെയ്യാനായിട്ടുള്ള ഒരു പണി പോലും ആ സെക്ഷൻ ആരോഗ്യ വിഭാഗമോ അതിന് ഇടപെടണില്ല. അല്ലെങ്കിൽ ചാലക്കുടി നഗരസഭ ചെയർമാനോ അതിൽ ഇടപെടണില്ല. അതുപോലെ പുല്ലുവെട്ട് മെഷീൻ, ഇന്ന് ചാലക്കുടി നഗരസഭയിൽ 50-നോളം പുല്ലുവെട്ട് മെഷീൻ വിവരാവകാശം വെച്ച് അറിയാൻ പറ്റും. ഏകദേശം 50 പുല്ലുവെട്ട് മെഷീൻ ഉണ്ട്. പ്രവർത്തിക്കുന്നത് 2 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. 2 മാസത്തുമ്പോഴാണ് ഒരു വാർഡിലേക്ക്, അല്ലെങ്കിൽ 3 മാസത്തുമ്പോഴാണ് ഒരു വാർഡിലേക്ക് 2 എണ്ണമായിട്ട് വരും. എവിടെയെങ്കിലും ഒരു മരണം ഉണ്ടോ, അപ്പോൾ വിളിച്ച് ആ ഇതിന് ഒരാളെ വിളിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം 50 മീറ്ററോ 100 മീറ്ററോ പുല്ല് വെട്ടി 6 മണിക്കാണ് ഇവർ ഹാജരാണെന്ന് പറയുന്നുണ്ട്. 12 മണിക്ക് അവസാനിപ്പിക്കുന്നു പറയുന്നുണ്ട്. വാർഡിലേക്ക് വരുന്ന സമയമൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വാർഡിലേക്ക് എത്തുമ്പോൾ ഏകദേശം 8 മണിയൊക്കെയാവും. എത്തുമ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ വരുമ്പോൾ പണിയെടുക്കുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനോ അവരെ പണിയെടുക്കുന്ന നോക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ യൂണിഫോം മേടിച്ചു കൊടുക്കണം, അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വം ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആരെങ്കിലും ആരും തന്നെ ഇതില്ല. നമ്മൾ ചാലക്കുടി നഗരസഭ കൊട്ടി ആഘോഷിച്ചൊരു കാര്യമാണ് നമ്മുടെ FSTP, അതായത് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കടകളിൽ മറ്റുണ്ടാകുന്ന സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് ഇഷ്ടിക രൂപത്തിൽ, നമ്മുടെ ഹൈടെക് ചെയർമാൻ പറഞ്ഞു ഇഷ്ടിക രൂപത്തിൽ ആക്കി കൊടുക്കുന്നു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 വർഷം അവനെ പോകണം മേടിച്ചിട്ട്. അത് ഇന്ന് വരെ ചാലക്കുടി നഗരസഭയിൽ 1-2 സ്ഥലത്ത് കൊണ്ടിട്ട് സ്ലറി രൂപത്തിൽ വന്നു. അത് കൊണ്ടുകളയാനായിട്ട് ആ വീട്ടുകാർക്ക് സാധിക്കുന്നില്ല, ഒന്നും പറ്റില്ല. ഇഷ്ടിക രൂപത്തിൽ വരുന്നു പറഞ്ഞപ്പോൾ ജയ്ഫൈസ് തന്നെ അതിൽ പല പ്രാവശ്യം വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ശരിയായി വന്നെന്ന് പറയുന്നത്. ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു നോക്കുക. ഈ കാര്യത്തിൽ അവിടേക്ക് പോയിക്കുന്നു ഇവിടേക്ക് പോയിക്കുന്നത് പറയാതല്ലാതെ എന്നെ പറഞ്ഞ് പറ്റിച്ചാണ്. വീണ്ടും വേറെ സ്ഥലത്ത് പണിക്ക് പോയിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി എത്തിച്ച് നോക്കിയത്. അപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കുന്നത്. പിന്നെ ചോദിക്കുമ്പോൾ പറയും ഇതിപ്പോൾ ഉപയോഗിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണത് കൊണ്ടുവന്ന ആ കമ്പനിക്കാരാ. അവരവരെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹൈടെക് വന്നപ്പോൾ ഗ്രാമീണം വന്നു. ഗ്രാമീണം ഇതിന് ചിന്തിക്കണേ ഇല്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചാലക്കുടി നഗരസഭ ഭരണപക്ഷം തുടങ്ങി വെക്കുക മാത്രമല്ല, ഇനിയൊരു 10 കൂടിയെന്നൊരു 10-15 ദിവസം ഭാഗ്യമായിട്ട് നമുക്ക് മഴ കിട്ടും. അതിനുള്ളിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഞങ്ങളിറങ്ങും.
ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറ് തന്നെയാണ്. ഞങ്ങൾ വെറുതെ അല്ല, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഇറങ്ങി പ്രവർത്തിക്കും. 36 വാർഡുകളിലും മുൻ ഭരണകാലത്തൊക്കെ സാധാരണ ചെയ്യാറുണ്ടെങ്കിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ചാലക്കുടിയിലുള്ള 36 വാർഡിലെയും കാനകളും തോടുകളും എല്ലാം ശുചീകരിക്കുന്ന സ്ഥിതിയായിരുന്നു മുൻപുണ്ടായിരുന്നത്. അതിന് അഡീഷണൽ തൊഴിലാളികൾ വയ്ക്കണമെങ്കിൽ അതിന് അഡീഷണൽ തൊഴിലാളികൾ വയ്ക്കും. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥിരമായിട്ട് നിൽക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആരംഭിച്ചതിന് ശേഷമാണ് പ്രധാനപ്പെട്ട തോടായിട്ടുള്ള പറയന്തോട്, അതോടൊപ്പം തന്നെ പള്ളിത്തോട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറ്റാച്ചി ഇറക്കുന്നത് ഈ പെരും മഴക്കാലത്താണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ മിഷനറി ഇറക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് അഴിമതിയുണ്ട്. കാരണം 15 ലക്ഷം രൂപയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, 15 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഈ ശുചീകരണ പ്രവർത്തനത്തിനായിട്ട് ചാലക്കുടി നഗരസഭ ചെലവഴിച്ചത്. അതിന്റെ മുന്നത്തെ വർഷം 10 ലക്ഷം രൂപ ചെലവഴിച്ചത്. അപ്പോൾ മുന്നത്തെ വർഷം 10 ആണെങ്കിൽ കഴിഞ്ഞ വർഷം 15 ആക്കി. ഈ വർഷം വീണ്ടും കാശ് കൂടിക്കൊണ്ടിരും. ഇതിന് വ്യക്തമായിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ മഴയുടെ സമയത്താകുമ്പോൾ ആരും നോക്കാനുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ കരാറുകാരന് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ 1-2 സ്ഥലത്ത് ആ ഹിറ്റാച്ചിട്ട് ഓടിക്കും, ആ കാശ് വെട്ടിയടിച്ച് കൊണ്ടുപോയി ചെയ്യും. മഴക്കാലം ആരംഭിച്ച് കഴിഞ്ഞിട്ടും ഇതുവരെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 5-ാം തീയതി വീണ്ടും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വീണ്ടും ഒരു മഴയത്ത് ചെയ്യും. ഇത് അഴിമതിക്ക് വേണ്ടി തന്നെ, വേറൊന്നുമില്ല. ചാലക്കുടി നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ബഹുഭൂരിപക്ഷം സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താകിടക്കണം. ഇവിടെ കൃത്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റെനൻസ് നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് നമുക്ക് ചെറിയ 2 ആഴ്ചയിലും 3 ആഴ്ചയിലും ഒരു ദിവസം വർക്കിന് വന്നു. അതിപ്പോൾ എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല, ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും എല്ലാ കൗൺസിലർമാരുടെ അഭിപ്രായമാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റെനൻസ് കൃത്യതയില്ലാതെ നടന്നുകൊണ്ടിരിക്കണം. ലൈറ്റുകളെല്ലാം കെട്ടിടക്കണം. ടൈമർ ബോക്സുകളുണ്ട്. ടൈമർ ബോക്സിൻ്റെ ഒരു ടൈമർ കംപ്ലൈൻ്റ് ആയിട്ട് 15-20 ലൈറ്റുകളാണ് കത്താത്ത അവസ്ഥ വരുന്നത്. ഈ ടൈമർ ബോക്സ് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് നടത്തുന്നില്ല. അതുകൊണ്ട് മിക്ക വാർഡുകളും ഇരുട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 295 സ്ട്രീറ്റ് ലൈറ്റുകൾ ക്രമവൽക്കരിക്കാൻ വേണ്ടി ചാലക്കുടി നഗരസഭ 10,75,000 രൂപ KSEBയിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഈ 10,75,000 രൂപ അടച്ചതിൽ 150 താഴെ മാത്രം ലൈറ്റുകൾ മാത്രമാണ് ക്രമവൽക്കരിച്ചിരിക്കുന്നത്. ഇന്നേ വരെ ആ ചെയ്യാത്ത വർക്കുകൾ ചെയ്യിക്കാനായിട്ട് നിലവിലുള്ള നന്മലഗിരി ചെയർമാൻ, എന്ന് പറയാൻ പറ്റുള്ളൂ, നന്മലഗിരി ചെയർമാൻ അദ്ദേഹം താല്പര്യം കാണിക്കണില്ല. അദ്ദേഹം താല്പര്യം കാണിച്ചു പറ്റൂ. അടുത്ത കൗൺസിൽ നമ്മളെ സംബന്ധിച്ചിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചാലക്കുടി നഗരസഭ ചെയർമാൻ ആകുമ്പോൾ നഗരസഭ അതിർത്തിയിൽ നിന്നും പുറത്തുനിന്ന് കേട്ട ഒത്തിരി പേര് ഫുട്ബോൾ കളി ക്ഷണിക്കാൻ വേണ്ടി വരും, ക്യാരം ബോർഡ് ക്ഷണിക്കാൻ വേണ്ടി വരും, വിവിധ ഓരോ പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ പറ്റും. ഇദ്ദേഹം പറയും നന്മലഗിരി ഇറക്കാൻ പറയും. അപ്പോൾ നന്മലഗിരി മാത്രമേ ഉള്ളൂ ചാലക്കുടി നഗരസഭ. നന്മലഗിരി സംഭവം ശരിയാണ്. രാസലഗിരിക്കെതിരെയും ഇതിനൊക്കെ പോരാട്ടം വളരെ ശക്തമായിട്ട് നടത്തണം. നമ്മുടെ എല്ലാ അനുകൂലങ്ങളും ഒരു സംശയമില്ല. നമ്മുടെ ഇന്നത്തെ തലമുറ ഈ മയക്കുമരുന്നിലേക്കും ഇതിലേക്കും പോകാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം ഇന്ന് 24 മണിക്കൂറും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പ്രോഗ്രാം നടക്കുന്നത് അവിടെ നിന്ന് എഴുത്തോടെ എഴുത്താണ്. ഈ എഴുത്തെന്താണ് ഈ മനസ്സിലാണല്ലോ. ഇദ്ദേഹം ആ എഴുതിയേക്കുന്ന കാര്യങ്ങൾ പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ഗിന്നസ് ബുക്കിൽ ഏറ്റവും വലിയ പുസ്തകം എന്നുള്ള രീതിയിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കും. 24 മണിക്കൂറും എഴുത്തോടെ എടുത്ത് ഈ നന്മലഗിരിയിൽ മാത്രം നിൽക്കുകയാണ്. ഈ നന്മലഗിരിയിൽ മാത്രം നിൽക്കാതെ അതോടൊപ്പം തന്നെ നന്മലഗിരിയുടെ ഒപ്പം തന്നെ ചാലക്കുടി നഗരസഭയുടെ വികസന കാര്യത്തിൽ ഇദ്ദേഹം മുന്നിട്ടിറങ്ങണം. ഇദ്ദേഹം വാ തുറന്ന് സംസാരിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടണം. വാർഡിലേക്ക് 3-4 മാസത്തിന് ശേഷം 2 പണിക്കാരെ വിട്ടു. 2 പണിക്കാരെ വിട്ട് നേരത്തെ പറഞ്ഞു 50 മീറ്റർ പണി ചെയ്യും. അത് കഴിഞ്ഞാൽ പോയി. ഒരു വാർഡ് 50 മീറ്റർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വാർഡിൻ്റെ ഏരിയ വെച്ച് നോക്കണമെങ്കിൽ എത്ര ദിവസം അവിടെ പണി ചെയ്താലാണ് നമുക്ക് ആ വാർഡ് വൃത്തിയാക്കാൻ സാധിക്കുക. പക്ഷെ 2 ആൾ വന്നു, ഇത്രയും സ്ഥലം വൃത്തിയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ 4 മാസം കാത്തിരിക്കണം ഒരു പണിക്കാരനെ കിട്ടണം. അല്ലെങ്കിൽ ഒരു പണിക്ക് ആളെ വിടണമെങ്കിൽ 4 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ഒരു കാന വൃത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയെന്ന് ഫോട്ടോ അടക്കം പത്രങ്ങളിൽ വന്നു. നമ്മൾ അത് ആണോ ശരിയായിട്ടുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ വരുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ ഹെൽത്ത് ചെയർമാൻ ഒരു കനലം ഇറങ്ങി നിൽക്കും, അവിടെ ഒരു കല്ല് മാറ്റി വയ്ക്കും, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിടും. അതൊക്കെയായിരുന്നു കഴിഞ്ഞ അവിടുത്തെ ഷോ വർക്കുകൾ. ഇപ്പോൾ ഇത്തവണ ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫോട്ടോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഡെങ്കിപ്പനി പല ഭാഗത്തും ചാലക്കുടി നഗരസഭയുടെ പല വാർഡുകളിലുണ്ട്. അപ്പം അതിനെതിരെ യാതൊരുവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഫോഗിങ് ചെയ്യാറുണ്ട്. നമ്മൾ കൊതുകിന് മരുന്നടിക്കാറുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല. ഫോഗിങ് മെഷീൻ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഒരു ചെറിയ മെഷീൻ കൊണ്ട് 3 വീട്ടിൽ നിന്ന് ഫോഗ് ചെയ്ത് കൊണ്ടുപോയി. അതായിരുന്നു ഫോഗിങ്ങിൻ്റെ പരിപാടി. കൃത്യമായിട്ട് 36 വാർഡിലേക്കും ആ മെഷീൻ വെച്ച് ഫോഗിങ് നടത്താറുണ്ട്. അതൊന്നും നടത്തുന്നില്ല. ജീവനക്കാരുടെ കുറവാണെങ്കിൽ ചാലക്കുടി നഗരസഭയിൽ നിങ്ങൾ വിവരാവകാശം വെച്ച് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. ഇന്നിവിടെ ആവശ്യത്തിലധികം ജീവനക്കാരാണ്. എവിടെയാണ് ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ എല്ലാ സീറ്റും ഫുള്ളാണ്. അവിടെ ഇവിടെ ഓടി നടക്കാൻ ജീവനക്കാർ. നഗരത്തിൻ്റെ കുറച്ച് ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമാക്കി എന്ന് കാണിച്ചുകൊണ്ടിരുന്ന നഗരസഭയുടെ മറ്റു വാർഡുകൾ വൃത്തിയാവുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കാനകൾ വൃത്തിയാക്കുക, കാനകൾക്കുള്ള എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. എസ്റ്റിമേറ്റ് എടുക്കാതെ എങ്ങനെയാണ് ടെൻഡർ വയ്ക്കുക? ടെൻഡർ വയ്ക്കണമെങ്കിൽ ആദ്യത്തെ ഘട്ടമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കണം. എസ്റ്റിമേറ്റ് കഴിഞ്ഞ് ടെൻഡർ വെച്ച് വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും ഈ കൊല്ലത്തെ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 2 കാര്യമായിട്ട് കൗൺസിലർമാരുടെ അടുത്ത് ചോദിക്കാനുള്ളത്. അതായത് ഒന്ന്, ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള കലാഭവമണിയുടെ പേരിലുള്ള പാർക്കിൻ്റെ ശിലാഫലകം ഇത്ര നാളായിട്ടും അതെവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. നിങ്ങൾ പലവട്ടം ചോദിക്കുമ്പോഴും അത് എടുത്ത് വയ്ക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഇടപെടൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? രണ്ടാമത്തെ സംഭവം, ഇവിടെ തെരുവ് നായ്ക്കളുടെ വാർത്തകൾ എല്ലാ ദിവസവും മുൻപിടിക്കുക. 3ാമത്തെ കുട്ടിയാണ് മരിക്കുന്നത്. ഇവിടെ ചാലക്കുടി നഗരസഭയിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? എന്ത് ഇടപെടലാണ് ഇവിടെ ചാലക്കുടി നഗരസഭ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ്? ഈ 2 വിഷയത്തെ പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ്? തെരുവുനായ്ക്കളുടെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.
അന്ന് ഞങ്ങൾ സമരത്തിൽ അന്നത്തെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ഇടപെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് എത്രയും പെടിയേറ്റ് ആലോചിച്ചുകൊണ്ട് ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും അതുമാതിരി ABC, അതായത് വന്ധീകരണം അല്ലേ, വന്ധീകരണത്തിൻ്റെ പരിപാടി നമ്മുടെ ചാലക്കുടി വെറ്റിനറി ആശുപത്രിയിൽ തുടങ്ങാനും ഉള്ള സംവിധാനം ചെയ്യാൻ നമുക്ക് ഉറപ്പുവന്നതാണ്. പക്ഷേ ഇവരെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, ഇന്നേ വരെ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തിടെ ഈ പട്ടികളെ പിടിച്ചു കൊണ്ടുപോയി 30ഓളം പട്ടികളെ പരിപാടിയിൽ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് എത്ര സുതാര്യമായി നടന്നിട്ടുണ്ട്? അത് എൻ്റെ വാർഡിൽ നിന്ന് 3 പട്ടികളെ പിടിച്ചു വരും. നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്. അതായത് എല്ലാ പട്ടികളും പിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകണം. ഒരു പട്ടിക്ക് 2500 വെച്ചിട്ട് ആണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് ചെയർമാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ 2-3 പട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരെ പിടിക്കാമെന്ന് പറഞ്ഞു. നഗരസഭ ജയപൈസർക്ക് വന്നിട്ടാണ് പിടിച്ചെന്ന് പറഞ്ഞു. അതിനെ പിടിച്ചു. അവർക്ക് എവിടെ എന്ത് ചെയ്യാണെങ്കിലും, മൂത്രം ഒഴിക്കുകയാണെങ്കിലും ആ ചാനൽക്കാർ വേണം. എന്തെങ്കിലും കാര്യം ചെയ്യാനെങ്കിലും ആയിക്കോട്ടെ, നല്ല കാര്യം ഉണ്ടായിക്കോട്ടെ. പക്ഷെ വന്ന് പിടിച്ചു. ഞാൻ ചൂണ്ടിക്കാണിച്ച പട്ടിയിലെ 3 ഒരെണ്ണം മാത്രം പിടിച്ചിട്ടുള്ളൂ. 3 പിടിച്ച് അവരെ കൂട്ടിലിട്ടു. അതിൽ നിന്ന് ഇവര് പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് ഒരെണ്ണം ചാടിപ്പോയി. അതിനെ കൊണ്ടുപോയാൽ മതി. അതിനും പത്രസമ്മേളനം പട്ടീനെ പിടിച്ചു പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. ഒരെണ്ണം ചാടിപ്പോയി. അത് കഴിഞ്ഞ് ബാക്കി 2 കൊണ്ടുപോയി. 2 കൊണ്ടുപോയി ഇട്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ പരിസരത്തെ വീട്ടുകാരെ എന്നെ വിളിച്ചു, ഒരെണ്ണം തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ചെയർമാനെ വിളിച്ചു. ചെയർമാനെ, അന്ന് നിങ്ങൾ കൊണ്ടുപോയ 2 19 മാടിയിൽ നിന്ന് കൊണ്ടുപോയ 2 പട്ടികൾ അതിൽ ഒരെണ്ണം തിരിച്ചു വന്നു പറഞ്ഞു. അനുസ്മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ കല്ല് വെക്കുമെന്ന് നമ്മുടെ ചെയർമാൻ ആ യോഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ആ യോഗത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. എനിക്കറിയാം കഴിഞ്ഞ തവണ നമ്മൾ ആ പാർക്കിൻ്റെ പണി പൂർത്തീകരിച്ച സമയം എങ്ങനെയായിരുന്നുള്ളത് ഇവിടെ ജഡ്സിന് അറിയാവുന്നതായിരിക്കും അല്ലേ. നല്ല കൊറോണ സമയത്താണ്. വെറും 5-10 ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് നടത്താണ്. അന്ന് ഇവർ പലരും പങ്കെടുത്തില്ല. ഓൺലൈനായിട്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ കൗൺസിലേഴ്സിന് പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ കൗൺസിലർമാരത്. പാർക്ക് പണി തുടങ്ങിയപ്പോൾ കേസായിരുന്നു, കരിങ്കൊടി കാണിച്ചു. ഇതൊക്കെ നടത്തിയിട്ടാണ് ചാലക്കുടി നഗരസഭയിൽ കലാഭവൻ മണി പാർക്ക് എന്ന പാർക്ക് ഇട്ടത്. 17 രസമായിരുന്നു. നമുക്കറിയാം, ഈ ചാലക്കുടി നഗരസഭയുടെ ഹൃദയഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമി അന്നത്തെ MLA ആയിരുന്ന ശ്രീ BD ദേവസ്യത്തെ ശ്രമഫലമായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് ലഭിച്ചപ്പോൾ അതൊരു പരിപാടി വെച്ച് നമുക്ക് ആ ഭൂമി ഏറ്റെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ ചാലക്കുടി നഗരസഭ കൗൺസിലിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മീറ്റിംഗ് വെച്ചുകൊണ്ട് അത് മേടിച്ചിട്ട് പട്ടിക്ക് മൂല്യാന്തേക കിട്ടിയ പോലെ ഒരു ഭൂമി കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു ചെയർമാനായിരുന്നു അന്നത്തെ ചെയർമാനായിരുന്ന നമ്മുടെ VO പൈനപ്പോൾ. അന്ന് കൗൺസിലിൽ അന്നത്തെ ചെയർമാൻ പറഞ്ഞത് പട്ടിക്ക് മുഴിയൻ തേങ്ങ കിട്ടിയതുപോലെ കുറച്ച് ഭൂമി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു ചടങ്ങ് മതി. ഒരു ചെറിയൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ പരിപാടി ഇതിൽ വെച്ച് കളിയാക്കിക്കൊണ്ട് നടത്തി. ആ ഭൂമിയാണ് ഇന്ന് നമ്മുടെ കലാഭവൻ മണി പാർക്കായിട്ട് ചാലക്കുടിയിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് പറയുന്നത്. കല്ലിടൽ ചടങ്ങ് ഇവർ കരിങ്കൊടി കൊട്ടി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അന്ന് മന്ത്രി വന്നപ്പോൾ കരിങ്കൊടി കാണിച്ച പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതുപോലെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങില്ല, 1ാം ഘട്ടത്തിൽ ഉദ്ഘാടന ചടങ്ങിലും അവരാരും പങ്കെടുത്തില്ല. ഈ പരിപാടി അവിടെ അന്ന് കൊറോണ സമയമായതുകൊണ്ട് ലാസ്റ്റ് പണികൾ നടന്നു കഴിയുമ്പോൾ അന്ന് ഊരാളിങ്കൽ സൊസൈറ്റിക്കാർ പറഞ്ഞു കല്ല് ഞങ്ങൾ വെച്ച് തന്നിരിക്കുമെന്ന്. അപ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ഈ പരിപാടി നടത്തി പിറ്റേ ദിവസം ഇലക്ഷൻ ഡിക്ലറേഷൻ നടന്നു. ഇലക്ഷൻ ഡിക്ലറേഷൻ നടന്നു കഴിഞ്ഞ് പിന്നെ പണി നടത്തുന്നപ്പോഴേക്കും പുതിയ ഭരണസമിതി വന്നു. ആ കല്ല് വെക്കാനൊരു സമ്മതിച്ചില്ല, ചെയ്തൂല്ല. പലവട്ടം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. കഴിഞ്ഞ ഈ മണിയുടെ അനുസ്മരണ പരിപാടിയിലേക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അന്നത്തെ ചെയർമാൻ അവിടെ വെച്ച് നമ്മളോട് വാക്ക് പറഞ്ഞതാണ്. അന്നത്തെ പൊതുസമൂഹത്തോടാണ് വാക്ക് പറഞ്ഞത്, അവർക്കെല്ലാം അവിടെ വെച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇനി ചെയർമാൻ്റെ വാക്ക് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. ചെയർമാൻ കുറച്ച് ദിവസം ചോദിച്ചിരുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി എന്തായാലും കല്ല് ഞങ്ങൾ തന്നെ വെക്കാമെന്ന് ചെയ്തിട്ടുണ്ട്. കല്ല് ഞങ്ങൾ തന്നെ വെക്കാൻ പോവാണ്. ഇനി ആളുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല.